മത്സ്യനിർമ്മിയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജർമ്മനിയിൽ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ കാനഡയൊന്നുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ജർമ്മനി കാണുന്ന ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു തണുപ്പ്. നോർമലി നമുക്കിവിടെ 1 ഡിഗ്രി തൊട്ട് 10 ഡിഗ്രി വരെയായിരുന്നു നമ്മളൊക്കെ നോർമലി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായി ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു തണുപ്പ്. പക്ഷേ ഇത് അതിലും താഴെയായിട്ട് -1 തൊട്ട് -14 വരെയാണ് ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഉള്ള ജർമ്മനിയുടെ ഒരു അവസ്ഥ. നല്ല ഒരു എന്താണ്, നമുക്ക് സ്നോ ഒക്കെ പെയ്യുവാണെങ്കിൽ പിന്നെ ഒരു രസമുണ്ട്. ഇത് സ്നോയും ഇല്ല, ഈ തണുപ്പ് മാത്രം. അന്തരീക്ഷം അങ്ങോട്ട് ഫ്രോസായി നല്ല പോലെ ബ്ലാക്ക് ഐസ് റോഡിലൊക്കെ അടിഞ്ഞു ചേരും. പിന്നെ അത് നല്ല തെന്നലായി, വണ്ടിയൊക്കെ ആണെങ്കിലും ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ വിൻ്റർ ഷൂ ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും തെന്നി വീഴും. സ്ലിപ്പായി പോകാൻ ഈ അപകടം വരുത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ചകളിലൊക്കെ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. വിൻ്ററൊക്കെ ആയ സ്ഥിതിക്ക് നേരത്തെ തന്നെ രാത്രിയാവുന്നു, താമസിച്ച് പകലാവുന്നു. അപ്പോൾ നമുക്കൊക്കെ എല്ലാവരും തന്നെ ഒരു വിൻ്റർ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. സൂര്യൻ ഇങ്ങോട്ടേക്ക് വലിയ വരവില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും വൈറ്റമിൻസിൻ്റെയൊക്കെ അളവാണെങ്കിൽ പോലും വളരെയധികം കുറവായിരിക്കും. നമുക്ക് നമ്മുടെ DMൽ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ വൈറ്റമിൻ ഇത് കൂട്ടാനുള്ള ഗുളികകളൊക്കെ കിട്ടും, വൈറ്റമിൻ ഡിയുടെ ഗുളിക. ഞാനും ചുമ്മാ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമുക്കും ഉപകാരപ്രദമാണ് എങ്ങനെയാണെങ്കിലും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെയിനായിട്ട് എനിക്ക് സർപ്രൈസായിട്ട്, എനിക്കെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് നിവേദനം ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗിഫ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്കത് വലിയത് തന്നെയാണ്. അത് കാണുന്നവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഞങ്ങൾക്കറിയത്തില്ല. വേറൊന്നുമല്ല, ഒരു മൈക്കാണ്, ഹോളി ലാൻഡിൻ്റെ മറ്റേ നമ്മുടെ ബട്ടൺ മൈക്ക്. ഇത് ഞാൻ എൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ ആദ്യം തന്നെ പൊളിച്ചു പോയിട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇത് ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റ് ബോക്സിൽ ഒരു ലെറ്റർ കിടക്കാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ DHLലൊക്കെ നോർമലി നമുക്ക് ലെറ്റർ ഇടാറുണ്ടല്ലോ. അതായത് നമ്മൾ വീട്ടിലില്ലെങ്കിൽ വന്ന് കിടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ പോയി പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി പിക്ക് ചെയ്തു. വന്നപ്പോൾ കാരണം ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, അവളും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നിവേദനം വിളിച്ച് ചോദിച്ചു, അവനും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് ഒരു വഴിയില്ല, ഐ മീൻ ഒരു സോഴ്സ് ഇല്ല, ആരാ അയച്ചതെന്ന് അറിയത്തില്ല. പിന്നെ അത് ഞാൻ തുറന്നു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊരു സംഭവമാണ്, എന്താണ് കാര്യം എന്നുള്ളത്. പിന്നെ അതിനെപ്പറ്റിയുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ആവേശത്തിൽ തുറന്നു നോക്കിയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ആദ്യമേ തന്നെ ഒന്ന് തുറന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാനത് തുറന്നു പോയത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഒരു കവറിൻ്റെ അകത്ത് തന്നെ കേട്ടോ സാധനം റെഡിയാക്കി വെച്ചേക്കുന്നത്. അതിനെ തന്നെ അതിൻ്റെ ഒരു ബോക്സ് എനിക്ക് അൺബോക്സിങ് ചെയ്ത് വലിയ പരിചയമില്ല, എന്നാലും ഒരു ബോക്സ് അതിൻ്റെ അകത്ത് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മുടെ ബട്ടൺ മൈക്ക്, ചാർജ് ആയിട്ടുണ്ട്. അങ്ങനെ 2 ബട്ടൺ മൈക്ക്. ഇതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ആണ്, ഇത് ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ളത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ റിസീവർ. ഇത് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാനുള്ള റിസീവറാണ്. ഇതെൻ്റെ ചാർജിങ് ഡെക്ക്. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയത് മറ്റേ പട്ടിക്കൂട, പൂച്ചപ്പൂടയൊക്കെ പോലത്തെ മറ്റേ മൈക്കിൻ്റെ അകത്ത് വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. ഇത് നമ്മുടെ ഈ റിസീവറുമായിട്ട് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള കേബിള്. ദെൻ ഇതൊരു മാല പോലെ, അതായത് നമുക്ക് തുണിയിലൊന്നും കണക്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ ബട്ടൺ മൈക്ക് എടുത്ത് ഈ മാലയ്ക്കകത്ത് കണക്ട് ചെയ്യാം. ഇത് ചാർജർ USB-C ടൈപ്പ്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 റിസീവർ കൂടിയുണ്ട്. ഒരു C ടൈപ്പിൻ്റെ റിസീവർ, ഒരു ലൈറ്റിംഗ് ചാർജിൻ്റെ റിസീവർ. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഐഫോണിൽ ലൈറ്റിംഗ് ചാർജറാണ്. അതിൻ്റെ അകത്ത് റിസീവർ കുത്തി തന്നെ ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിലായിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടില്ല. റിസീവർ കണക്റ്റായി. മൈക്ക് നീല വന്നാലാണ് കണക്റ്റ് ആവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് പച്ചയാണോ? പച്ചയാണോ? ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ ബട്ടൺ മൈക്കിൽ കൂടെയാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ബട്ടൺ മൈക്ക് ഇല്ലാത്ത ക്വാളിറ്റി ആയിരുന്നു ആദ്യമേ കേട്ടത്. ഇതിലേതാണ് ബെറ്റർ? ഞാൻ എൻ്റെ ഐഫോണിലാട്ടോ ഇത് കണക്ട് ചെയ്തത്. ഇനി എൻ്റെ ക്യാമറയിലും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിലൊന്ന് കണക്ട് ചെയ്ത് നോക്കിയതാട്ടോ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന്. ഇത് നമ്മുടെ മൈക്ക് വെച്ചിട്ടുള്ളത്, ഇനി മൈക്ക് ഇല്ലാതെ വെക്കണത് ആദ്യമേ സംസാരിച്ച പോലെ തന്നെ. ഇത് വേറൊന്നുമല്ല, ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കിത് കിടക്കണ കട്ടി. ഞാൻ ഇതിനെപ്പറ്റി ആരാണ് എന്ന് അന്വേഷിച്ച് നോക്കി.
വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി പോരാ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫർമേറ്റീവ് വീഡിയോ ഇടുന്നു, ഞങ്ങൾ ആ ആളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയത്തില്ല ഏത് വകയിലാണ് ഞങ്ങൾ സഹായിച്ചതെന്ന്, ആൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടാറുണ്ട്, ആൾ മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട് എന്നൊക്കെയാണ് ആൾ പറയണത് കേട്ടോ. നമുക്ക് അറിയത്തില്ല, എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നമ്മുടെ ഒരു ഫോളോവറാണ് നമുക്കിത് ഇത് അയച്ചത്. ബൈ ദ വേ, ഇനി മുതൽ ഈ മൈക്ക് വെച്ചായിരിക്കും സംസാരിക്കുക. താങ്ക് യു അയച്ചു തന്ന ആൾക്ക് വളരെയധികം സന്തോഷം. എന്തായാലും ഞങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടാൻ താങ്കൾ കാണിച്ച ആ ഒരു താങ്കളുടെ ആ ഒരു മനസാക്ഷിക്ക് വളരെയധികം നന്ദി. ഞങ്ങൾ മാക്സിമം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഞങ്ങളെ തന്നെ ആശംസിക്കുന്നു. ആ ആളുടെ ആഗ്രഹം പോലെ തന്നെ ഇനിയൊക്കെ നിൻ്റെയൊക്കെ നെഞ്ചത്ത് ഈ ബട്ടൺ മൈക്ക് എപ്പോഴും കണ്ടോണം എന്നായിരുന്നു പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ തൊട്ട് ആ ആളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ ഇനി മുതൽ ഈ സാധനം കൊണ്ടുനടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മൈക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം സന്തോഷം. 2019 ജർമ്മനിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം വരുമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ക്യാമറയുടെ മുമ്പിൽ വന്ന് ഫേസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ 2 വാക്ക് പറയാനോ ഭയങ്കര ഷൈയാണ്. ഇപ്പോഴും അതെ, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ എന്നാലും ക്യാമറ കാണുമ്പോൾ ആ ഒരു ഓഡിയോ വിളിക്കുന്നൊരു ആ ഒരു സംഭവം കുറച്ച് നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ സംസാരം അത് കുറച്ചുകൂടി നന്നാക്കാനുണ്ട് എന്ന് എൻ്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ ടോട്ടലി അക്സെപ്റ്റഡ് ആണ്. വൈഫ് മാത്രമല്ല, കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട്. ടോട്ടലി അക്സെപ്റ്റഡ് ആണ്. ഞങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളല്ല, ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. നിവേദ് ഓൾറെഡി ഇമ്പ്രൂവ്ഡ് ആണ്. 2020 ഞങ്ങളുടെ മല്ലൂസ് ജർമ്മനി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങുന്നത്. അതിനുശേഷം അതിൻ്റെ അധികം ട്രോൾസ് ഇടുന്നു, വീഡിയോസ് ഇടുന്നു. അന്ന് കൊറോണ വന്നു. പിന്നെ കൊറോണയെ പറ്റിയുള്ള അപ്ഡേറ്റുകളായി, ന്യൂസുകളായി, ഇഷ്ടം പോലെ പോയി. പിന്നെ 2021, 22 ഐ തിങ്ക് 2022 അവസാനത്തിലായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ യൂട്യൂബിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മെയിനായിട്ട് പൈസ, മോണിറ്ററി ബെനിഫിറ്റാണ് അതിൻ്റെ നിന്ന് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് അന്ന് 4000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആയിരുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ ലിമിറ്റ് പൈസ കിട്ടാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങോട്ട് നടക്കുകയായിരുന്നു. പോഡ്കാസ്റ്റുകൾ ഇടുന്നു, ഓരോരോ വീഡിയോകൾ ചുമ്മാ കടയിൽ പോണത്, നടക്കാൻ പോണത് എല്ലാം വ്ളോഗ് ചിത്രീകരിച്ചിടും. അതൊക്കെ ഇപ്പോൾ എടുത്ത് കാണുമ്പോൾ, ഇപ്പോഴും നോക്കാനായിട്ട് ഒത്തിരി കാലമൊന്നും ആയില്ല, എന്നാലും എടുത്ത് നോക്കുമ്പോൾ എന്താണ് ആ ഒരു ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എല്ലാം ഭയങ്കര മോശമാണ്. ഇപ്പോഴും വലിയ മാറ്റം ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ബെറ്ററായിട്ട് വരാം എന്നുള്ളത്. അപ്പോൾ അതിലേക്കൊരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ ഫോളോവർ തന്ന ഈ ബട്ടൺ മൈക്ക് ഞങ്ങൾ ആഡ് ചെയ്യുകയാണ്. ഏകദേശം ഈ ബട്ടൺ മൈക്കിന് ഒരു 150 യൂറോയുടെ വിലയുണ്ട് കേട്ടോ. ഹോളി ലാൻഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. നാട്ടിൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഇതൊരു ഫേമസ് ആണ്, ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള മൈക്കാണ്.